ഇതിനെക്കുറിച്ച് ഗഹനമായ ഒരു ചർച്ച നമ്മൾ ഇന്നുവരെ നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറ്. നമ്മളെപ്പോഴും വഴിയെ പോകുന്നു പിണറായി വിജയനെ പള്ളു വിളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയത്. രണ്ടാം തീയതി വന്ന കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ 2-ാം തീയതി നമുക്കറിയാം, 1-ാം തീയതി കേന്ദ്ര ബജറ്റ് ആയിരുന്നു. അതിനുശേഷം വന്ന പ്രമുഖ പത്രത്തിൽ ആദായ നികുതിയിൽ ബമ്പർ ഇളവ്. എന്താ ഒരു ഭാഷ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു വാർത്ത, എന്തൊരു തലക്കെട്ട്. ഇത് എന്താണ് സാർ മാധ്യമങ്ങൾക്ക് കേരളത്തോട് ഇത്ര ശത്രുത എന്ന് നമ്മൾക്ക് തോന്നുകയാണ്. ബമ്പൻ ഇളവ്. നിർമ്മലാ സീതാരാമൻ ഉപയോഗിച്ചിരുന്ന സാരി ഇങ്ങനെയാണ് എന്ന് പറയുകയാണ്. മറ്റൊരു പത്രം അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ജിം ഭൂം ഭ. നമ്മുടെ ബജറ്റ് വന്നതിന്റെ പിറ്റേ ദിവസം എങ്ങനെയുണ്ട്? ഒരേ പത്രം 2-ാം തീയതി വന്നതും 8-ാം തീയതി വന്നതുമാണ് സാർ കാണിക്കുന്നത്. 2-ാം തീയതി വന്നത് ആദായ നികുതിയിൽ ബമ്പർ ഇളവ്, 8-ാം തീയതി വന്നത് ജിം ബൂംബ. ഇത്രയും മനോഹരമായ ഒരു ബജറ്റ് ഈ കേരളത്തിൽ അവതരിപ്പിച്ചപ്പം ജിം ബൂംബ. യാതൊരു പരിഗണനയുമില്ലാതെ ഒരു ശത്രുവിനോട് എന്ന പോലെ ഒരു സംസ്ഥാനത്തോട് പെരുമാറിയ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് വരുമാന ആനന്ദം. എനിക്ക് തോന്നുന്നത് രാജഗോപാല് TV ചാനൽ കാണുന്നല്ലേ പറഞ്ഞേ? കാണുന്നില്ല, അതുകൊണ്ടുള്ള അപ്പൊ എനിക്ക് മനസ്സിലായി.